ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺ പീരിയഡിലെ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലാംഗ്വേജ് നോക്കാം. അപ്പോൾ ഇംഗ്ലണ്ടിലെ ആദ്യത്തെ ഇൻഹാബിറ്റൻസ് കെൽസ് ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്നു. വെൽഷ്, കോർണിഷ്, ഐറിഷ് തുടങ്ങിയ ഭാഷകളുടെ ഒരു മിക്സ് ആയിരുന്നു ഇവർ യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ റോമൻസ് തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചിരുന്ന സമയമായിരുന്നതുകൊണ്ടും ക്രിസ്ത്യാനിറ്റി പ്രചരിച്ചിരുന്നതുകൊണ്ടും ലാറ്റിൻ ഇൻഫ്ലുവൻസും ഈ ഒരു പീരിയഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റോമൻസ് പോയതിനു ശേഷം വന്ന ആംഗ്ലോ സാക്സൻസ് തങ്ങളുടേതായ ഭാഷയും കൊണ്ടുവന്നിരുന്നു. നോർതംബ്രിയൻ, മേഴ്സിയൻ, കെൻഡിഷ്, വെസ്റ്റ് സാക്സൺ തുടങ്ങിയവയായിരുന്നു ആംഗ്ലോ സാക്സൻസിൻ്റെ മേജർ ഡയലക്ട്സ്. ഇപ്പോൾ ഈ കെൽറ്റിക്, ലാറ്റിൻ, ആംഗ്ലോ സാക്സൺ ഡയലക്ട്സ് ഇതിൻ്റെയൊക്കെ ഒരു മിക്സായിരുന്നു ഓൾഡ് ഇംഗ്ലീഷ്. നെക്സ്റ്റ് നമുക്ക് ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ നോക്കാം. ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ മെയിനായിട്ടും വേഴ്സ് ലിറ്ററേച്ചർ ആയിരുന്നു. റിട്ടൺ ഫോമില്ലായിരുന്നു, ഓറൽ ഫോമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പാടിയും പറഞ്ഞുമാണ് തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറിയിരുന്നത്. അതുപോലെ തന്നെ ആംഗ്ലോ സാക്സൺ വർക്ക്സിൻ്റെ എല്ലാം തന്നെ ഓതേഴ്സ് മിക്കവാറും അൺനോൺ ഓതേഴ്സ് ആയിരുന്നു. അതുപോലെ പോയട്രി നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള പോയട്രിയാണ് ആംഗ്ലോ സാക്സൺ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന് പേഗൻ അല്ലെങ്കിൽ ഹീറോയിക് പോയട്രി, രണ്ട് റിലീജിയസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ പോയട്രി. 8th സെഞ്ച്വറിയിലാണ് ആംഗ്ലോ സാക്സൺ പ്രോസ് അപ്പിയർ ചെയ്ത് തുടങ്ങിയത്. നമുക്ക് ആംഗ്ലോ സാക്സൺ പോയട്രി നോക്കാം. ഒന്നാമത്തെയാണ് പേഗൻ അല്ലെങ്കിൽ ഹീറോയിക് പോയട്രി. പ്രിമിറ്റീവ് നോർത്തേൺ ട്രൈബ്സിൻ്റെ ഫോക്ക് ലെജൻസിനെ ബേസ് ചെയ്തായിരുന്നു മെയിനായിട്ടും പേഗൻ അല്ലെങ്കിൽ ഹീറോയിക് പോയട്രി. ബിയർവൂൾഫ് എന്ന പോയമാണ് മേജർ പേഗൻ പോയമായിട്ട് പറയപ്പെടുന്നത്. ബിയർവൂൾഫ് കൂടാതെ വിഡ്സിത്ത്, ഡിയോൾസ് ലാമൻറ്റ്, ദ സീഫെയറർ, ദ ഫൈറ്റ് അറ്റ് ഫിൻസ്ബർഗ് ആൻഡ് വോൾഡർ തുടങ്ങിയവയാണ് മറ്റ് പേഗൻ പോയംസ്. നെക്സ്റ്റ് റിലീജിയസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ പോയം. സെയിൻറ്റ് ഓഗസ്റ്റിൻ ആൻഡ് സെയിൻറ്റ് എയ്ഡൻ തുടങ്ങിയവർ ക്രിസ്ത്യാനിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വന്നു തുടങ്ങിയതിന് ശേഷമാണ് ക്രിസ്ത്യൻ പോയട്രി ഫ്ലറിഷ് ചെയ്ത് തുടങ്ങിയത്. ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടഡ് ആയതോടുകൂടി കോമൺ ഓൾഡ് ജർമാനിക് തീംസ് മാറ്റി ക്രിസ്ത്യൻ തീംസ് സബ്ജക്റ്റായി എടുത്തു തുടങ്ങി ആംഗ്ലോ സാക്സൻസ്. ക്രൈസ്റ്റ്, ക്രോസ്, ബിബ്ലിക്കൽ സ്റ്റോറീസ്, സെയിൻസിൻ്റെ ഡീഡ്സ് തുടങ്ങിയവയായിരുന്നു മേജർ തീംസ്. നമുക്ക് മേജർ റിലീജിയസ് പോയറ്റ്സ് നോക്കാം. ഒന്നാമത്തെ ആളാണ് കാഡ്മൻ. ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ആദ്യത്തെ റിലീജിയസ് പോയറ്റായി അറിയപ്പെടുന്നത് കാഡ്മൻ ആണ്. ഫാദർ ഓഫ് ഇംഗ്ലീഷ് സോങ്സ് എന്നും കാഡ്മൻ അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോയം ദ ഹിം ഓഫ് പ്രേസ് അല്ലെങ്കിൽ കാഡ്മൻസ് ഹിം എന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം ബൈബിളിലെ കഥകളെ ആസ്പദമാക്കി പല പോയംസും അദ്ദേഹം കമ്പോസ് ചെയ്തു. അതിൽ മേജറാണ് ദ ജെനസിസ്, എക്സോഡസ്, ഡാനിയൽ, ക്രൈസ്റ്റ് ആൻഡ് സൈറ്റൻ തുടങ്ങിയവ. നെക്സ്റ്റ് മേജർ പോയിറ്റാണ് സിനവൂൾഫ് അല്ലെങ്കിൽ കിനവൂൾഫ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അദ്ദേഹം റിലീജിയസ് പോയിട്രി മുന്നോട്ട് കൊണ്ടുവന്ന മറ്റൊരു വ്യക്തിയായിരുന്നു. ക്രൈസ്റ്റ്, ജൂലിയാന, ദ ഫേറ്റ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, എലീൻ തുടങ്ങിയവയാണ് മേജർ പോയംസ്. ഇതിൽ ക്രൈസ്റ്റ് എന്ന പോയമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി കണക്കാക്കപ്പെടുന്നത്. ചർച്ച്, ബൈബിൾ, അതുപോലെ ഹോമിലീസ് ഓഫ് ഗ്രിഗറി ദ ഗ്രേറ്റ് തുടങ്ങിയവയെ ബേസ് ചെയ്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പോയംസ്. ഇതുകൂടാതെ ആൻഡ്രിയാസ്, ദ ഫീനിക്സ്, ദ ഡ്രീം ഓഫ് ദ റൂഡ്, ദ ഡിസെൻഡ് ഇൻ ടു ദ ഹെൽ, ഗുത്ലാക്ക്, ദ വോണ്ടറർ തുടങ്ങിയവയും ഇദ്ദേഹത്തിൻ്റെ വർക്ക്സാണ്. നമുക്ക് ആംഗ്ലോ സാക്സൺ പ്രോസ് നോക്കാം. 8th സെഞ്ച്വറിക്ക് ശേഷമാണ് പ്രോസ് ലിറ്ററേച്ചർ ശ്രദ്ധ നേടി തുടങ്ങിയത്. വെനറബിൾ ബീഡ്, ആൽഫ്രഡ് ദ ഗ്രേറ്റ്, ആൽഫറിക് തുടങ്ങിയവരായിരുന്നു പ്രധാന പ്രോസ് റൈറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ബീഡിനെ കുറിച്ച് നോക്കാം. ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലേണിംഗ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വെനറബിൾ ബീഡ്. ഫസ്റ്റ് ഹിസ്റ്റോറിയൻ ഇൻ ഇംഗ്ലീഷ്, ഡോക്ടർ ഓഫ് ദ ചർച്ച്, ഫസ്റ്റ് സ്കോളർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നൊക്കെ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. 40ഓളം വർക്ക്സ് അദ്ദേഹത്തിൻ്റെതായി കണക്കാക്കപ്പെടുന്നുണ്ട്. ലാറ്റിൻ ഭാഷയായിരുന്നു കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നത്. എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ എന്ന വർക്കാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്. നെക്സ്റ്റ് ആൽഫ്രഡ് ദ ഗ്രേറ്റ്. ആൽഫ്രഡ് ദ ഗ്രേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ ഫൗണ്ടർ ഓഫ് ഇംഗ്ലീഷ് പ്രോസ്, അതുപോലെ
ആംഗ്ലോ സാക്സൻസിലെ വെസ്റ്റ് സാക്സൺ കിങ്ഡമിലെ കിങ് ആയിരുന്നു ആൽഫ്രഡ് ദ ഗ്രേറ്റ്. ലിറ്ററേച്ചർ, എഡ്യൂക്കേഷൻ എന്നിവയ്ക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അദ്ദേഹം. പല ഇമ്പോർട്ടൻ്റ് ലാറ്റിൻ വർക്ക്സും അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. ദി ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ ആണ് അദ്ദേഹത്തിൻ്റെ മേജർ വർക്കായിട്ട് പറയപ്പെടുന്നത്. ആംഗ്ലോ സാക്സൺ പീരീഡിലെ മേജർ ഇൻസിഡൻസ് എല്ലാം തന്നെ ഈ ഒരു വർക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോസ് റൈറ്ററാണ് ആൽഫ്രിക്. ആൽഫ്രിക് ഒരു ക്ലർജി മാനായിരുന്നു. ഗ്രീക്കിലും ലാറ്റിനിലും ഒരുപാട് വർക്ക്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോസ് കുറച്ചുകൂടി ലൈറ്റർ ആൻഡ് സിമ്പിളായിരുന്നു. അപ്പോൾ ഇത്രയാണ് ആംഗ്ലോ സാക്സൺ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ ലിസണിങ്.